Yes, Namaskaram, Zoology, +1 class Animal Kingdom, Phylum Chordata, last and fourth video. Okay, നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പ്രോട്ടോകോഡേറ്റ ഡിസ്കസ് ചെയ്തു അപ് ടു സൈക്ലോസ്റ്റോമാറ്റ. അത് കഴിഞ്ഞ് ഫിഷസ്, പിസസ്, അത് കഴിഞ്ഞ് ആംഫിബിയ ആൻഡ് റെപ്റ്റീലിയ. കോഡേറ്റയുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2 ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെട്രാപോഡയിലെ അവശേഷിക്കുന്ന 2 ക്ലാസ്സസ്, ഒന്ന് ക്ലാസ് ഏവ്സ് ആൻഡ് ക്ലാസ് മെമേലിയ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസ് ഏവ്സ്. ഏവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേർഡ്സ്, അതായത് പക്ഷികളെ വിളിക്കുന്ന പേരാണ് ഏവ്സ്. ഓക്കെ, ദേ ആർ അഡാപ്റ്റഡ് ടു ഫ്ലൈ, അതായത് പറക്കാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ വി ക്യാൻ കോൾ ദം ആസ് ഫ്ലൈയിങ് വെർട്ടിബ്രേറ്റ്സ്. എന്താ പേര്? ഫ്ലൈയിങ് വെർട്ടിബ്രേറ്റ്സ്. ടി.എച്ച്. ഹക്സ്ലി ഇവരെ വിശേഷിപ്പിച്ചത് ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്നാണ്, വാഴ്ത്തപ്പെട്ട ഉരകങ്ങൾ. നമുക്കറിയാം ഉരകങ്ങളിൽ നിന്ന്, അതായത് റെപ്റ്റൈൽസിന് മോഡിഫിക്കേഷൻ വന്നുണ്ടായതാണ് ബേർഡ്സ്. അതായത് റെപ്റ്റൈൽസിന് പറക്കാൻ കഴിവ് കിട്ടിയപ്പോൾ അവർ ബേർഡ്സ് ആയി എന്ന അർത്ഥത്തിലാണ് ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ് എന്ന് വിശേഷിപ്പിച്ചത്. ബേർഡ്സിനെ പറ്റിയുള്ള പഠനം ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. നമുക്കൊരു ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ഉണ്ടല്ലോ, ആരാ? ഡോക്ടർ സാലിം അലി. അദ്ദേഹമാണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏകദേശം 10,000-ഓളം സ്പീഷീസ് ആണ് ഇതിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഹോമിയോതേർംസ് ആണ്, അത് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ വാം ബ്ലഡഡ് എന്ന് പറയുന്നത് ഇവരെയാണ്. വാം ബ്ലഡഡ് ഉഷ്ണരക്തജീവികൾ, അതായത് ഏകദേശം 40 മുതൽ 42 ഡിഗ്രി വരെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ കഴിവുള്ളവരാണ്. പോയ്ക്കലോതേർംസ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ വ്യതിയാനം വരുത്താൻ കഴിവുള്ളവരാണ് പോയ്ക്കലോതേർംസ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ടൈമാണ് കുഞ്ഞുങ്ങളെ ഹോമിയോതേർംസ്. അതാണ് വാം ബ്ലഡഡ് ആനിമൽസ്. സോ ദയർ ബോഡി ടെമ്പറേച്ചർ ഈസ് 40 to 42 ഡിഗ്രി. 40 മുതൽ 42 ഡിഗ്രി വരെ ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരാണ്. ഇവിടെ ഫോർ ലിംസ്, മുൻകാലുകൾ മോഡിഫൈ ചെയ്ത് എന്തായി മാറിയിട്ടുണ്ട്? വിങ്സ് അഥവാ ചിറകുകളായി മാറി. ആ ചിറകുകളെ കവർ ചെയ്ത് എന്ത് കാണും? ഫെതേഴ്സ് കാണും. പലരും വിങ്സും ഫെതേഴ്സും തമ്മിൽ മാറിപ്പോവാറുണ്ട്. വിങ്സ് ചിറകുകൾ, ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവൽ. അപ്പൊ ചിറകുകളെ പൊതിഞ്ഞ് ഫെതേഴ്സ് കാണും. ഇതൊക്കെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. വിങ്സ് ആൻഡ് ഫെതേഴ്സ് അവരെ പറക്കാൻ സഹായിക്കുന്നു. മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറക്കാനുള്ള കഴിവ്. പല രീതിയിൽ നമ്മൾ അതിന് ശ്രമങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. ബെറ്റൊക്കെ കെട്ടിവെച്ച്, ഏതോ സിനിമയിൽ CID മൂസയിൽ കാണുന്ന പോലെ ബെറ്റൊക്കെ കെട്ടിവെച്ച് പറക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ പരാജയത്തിൽ കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് അസൂയുള്ള ഒരു ജീവിയും കൂടെയാണ് ബേർഡ്സ്, അല്ലേ? കാരണം അതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? ഓക്കെ, ഹൈൻഡ് ലിംസ് ആർ കവേർഡ് ബൈ സ്കെയിൽസ്. ഹൈൻഡ് ലിംസ് കവർ ചെയ്തു. പിൻകാലുകൾ, ഫോർ ലിംസ് മുൻകാല്, അത് വിങ്സ് ആയി മോഡിഫൈ ചെയ്തു. ഹൈൻഡ് ലിംസിനെ കവർ ചെയ്ത സ്കെയിൽസ് കാണപ്പെടും. മാത്രമല്ല ആ ഹൈൻഡ് ലിംസ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഫോർ വാക്കിംഗ്. അറിയാമല്ലോ, ഇപ്പൊ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ കാക്കയാണേലും കൊക്കാണേലും അവർ നടക്കുന്നത് കാണാം. അപ്പൊ നടക്കാൻ വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. താറാവിന്റെ ഒക്കെ കേസിൽ ആ കാലുകൾ നോക്കിയാൽ വെബ്ഡ് ആണ്, ഇതേപോലെ ഉണ്ടാവും. എന്തിനാ വെബ്ഡ്? ഫുട്ട് ഫോർ സ്വിമ്മിങ്, നീന്താൻ വേണ്ടി. ഇനി ചില മരങ്ങളിൽ വസിക്കുന്ന പക്ഷികൾക്ക് നല്ല വളഞ്ഞിരിക്കുന്ന കാലുകളായിരിക്കും. അതിന്റെ ക്ലോസ് എന്തിനാ? ഫോർ ക്ലാസ്പിംഗ് ഓൺ ട്രീ ട്രങ്ക്, മരത്തിലൊക്കെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം മറക്കരുത്, ഫോർ ലിംസ് മോഡിഫൈ ചെയ്ത് ചിറകുകളായി വിങ്സ് ആയി മാറി. വിങ്സ് ആർ കവേർഡ് ബൈ ഫെതേഴ്സ്. ഹൈൻഡ് ലിംസ് കവർ ചെയ്ത് സ്കെയിൽസ് കാണപ്പെടും. റെപ്റ്റൈൽസിനകത്ത് ഉള്ളതുപോലെ സ്കെയിൽസ് കാണപ്പെടും. And that hind limbs are variously modified. It's for walking or climbing or swimming or clasping on trees. മരക്കൊത്തിയിൽ എസ്പെഷ്യലി ക്ലൈംബ് ചെയ്യാനുള്ള കഴിവുണ്ട് വെർട്ടിക്കലായി, അറിയാമല്ലോ. ജോസ് ആർ മോഡിഫൈഡ് ഇൻ ടു ബീങ്സ്. ജോ താടിയല്ലുണ്ട്. നാദോസ്റ്റോമാറ്റ എന്ന് പറയുമ്പോൾ ജോഡ് വെർട്ടിബ്രേറ്റ്സ് ആണ്. അവിടെ ജോ മോഡിഫൈ ചെയ്താണ് ബീക്കായി മാറിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്.
കൊക്കിന്റെ ബീക്ക് നീളത്തിൽ കാണും, താറാവിൻ്റെത് ഒരു പർട്ടിക്കുലർ ഷേപ്പാണ്. ആ ബീക്ക് അല്ല തത്തയ്ക്കുള്ളത്. ബീക്സ് അവരുടെ ഫീഡിംഗ് ഹാബിറ്റിനെ ബേസ് ചെയ്ത് their beaks are variously modified. Anyway, jaws are modified into beaks. സ്കിൻ ഡ്രൈ ആണ്, അതായത് സാധാരണഗതിയിൽ ഗ്ലാൻഡ്സ് ആബ്സെന്റ് ആണ് ഒന്നൊഴികെ, എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ടെയിൽ ഗ്ലാൻഡ് എന്ന് പറയും, യൂറോപിജിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ഓർത്തിരിക്കുക, അവരുടെ തൂവല് മിനുക്കാൻ വേണ്ടി അവരുടെ വാൽ ഭാഗത്ത് ഒരു ഗ്രന്ഥിയുണ്ട്, അതാണ് ഓയിൽ ഗ്ലാൻഡ്. അതൊഴികെ മറ്റൊരു ഗ്രന്ഥികളും ഇവരുടെ ശരീരത്തിലില്ല. എസ്പെഷ്യലി സ്വെറ്റ് ഗ്ലാൻഡ് ഈസ് ആബ്സെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ഇറ്റ്സ് എ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. ഓക്കെ, അത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്കിൻ ഈസ് നോർമലി ഡ്രൈ വിതൗട്ട് എനി ഗ്ലാൻഡ് എക്സെപ്റ്റ് ടെയിൽ ഗ്ലാൻഡ് or oil gland on the tail region. Endoskeleton. Exoskeleton endoskeleton പഠിപ്പിച്ചിട്ടുണ്ട്. Endoskeleton is fully ossified. Ossified എന്ന് വെച്ചാൽ it is made up of bones. ബോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഏത്? അവരുടെ സ്കെൽട്ടൺ. മാത്രമല്ല ലോങ് ബോൺസ് ആർ ന്യൂമാറ്റിക്. What is meant by pneumatic? Pneumatic എന്ന് പറഞ്ഞാൽ എയർ ഫിൽഡ് എന്നാണ്. നമ്മുടെ ഇലോങ്ങേറ്റഡ് ബോണിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. That space is called marrow cavity. Marrow cavity is filled with a jelly-like substance called bone marrow. Bone marrow ആണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇലോങ്ങേറ്റഡ് ബോണിനകത്ത് എന്താ എയർ ഫിൽ ചെയ്ത് കാണും, അസ്ഥിമജ്ജ ഇല്ല. അപ്പം അസ്ഥിമജ്ജയും കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിന്റെ ഭാരം കൂടും. ആ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഇലോങ്ങേറ്റഡ് ബോൺസ് ആർ ന്യൂമാറ്റിക്. അനദർ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. മറക്കണ്ട, ന്യൂമ റിലേറ്റഡ് ടു എയർ. ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ എയർ ഫിൽഡ് ആണ് ഇവരുടെ ബോൺസ്. മനസ്സിലായോ? അപ്പൊ എൻഡോസ്കെൽട്ടൺ ഈസ് ഫുള്ളി ഓസിഫൈഡ്, ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺസ്, ആൻഡ് ലോങ് ബോൺസ് ആർ ന്യൂമാറ്റിക്, ദാറ്റ് ഈസ് എയർ ഫിൽഡ്. എയർ ഫിൽ ചെയ്ത് കാണപ്പെടും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ 2 അഡീഷണൽ ചേംബേഴ്സ് ഉണ്ട്. ഇത് തന്നെ നമ്മൾ കോക്രോച്ചിലും പഠിക്കുന്നുണ്ട്, ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. മറക്കരുത്, ക്രോപ്പ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ക്രോപ്പ് ഇസ് മെന്റ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്, വൈൽ ഗിസാർഡ് ആക്ട് ആസ് ഗ്രൈൻഡിങ് ഓർഗൻ. ഗിസാർഡ്, നിങ്ങൾ ഈ കോഴിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവർ ഈ കോഴിയുടെ മാങ്ങാണ്ടി എന്നൊക്കെ പറയും, ലോക്കലായിട്ട് അവർ അങ്ങനെ പറയുന്നത്. അത് മുറിച്ച് തരും. അത് മുറിച്ച് ഇങ്ങനെ മലത്തുമ്പോൾ അതിനകത്ത് കുറെ കല്ലും മണ്ണും അവർ കഴിച്ച ധാന്യങ്ങളൊക്കെ കാണും. ഇവർക്ക് പല്ലില്ല, അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ധാന്യങ്ങളാണ് കഴിക്കുന്നത്. അതിനെ ഗ്രൈൻഡ് ചെയ്യിക്കുന്നത് എവിടെ വെച്ചാ കുഞ്ഞുങ്ങളെ? ഗിസാർഡിൽ വെച്ചാണ്. ഗിസാർഡ് അപ്പം ഗ്രൈൻഡിങ് ഓർഗൻ ഓഫ് ഫുഡ്, ക്രോപ്പ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് ക്രോപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. അത് നമുക്ക് കാണാം ചില കോഴിയുടെ ഒക്കെ ഇവിടെ കഴുത്തില് ഈ ഫെദേഴ്സ് ഒക്കെ പോയിട്ടുള്ള കോഴിയുടെ അവിടെ ഇങ്ങനെ ഒരു സഞ്ചി പോലെ കാണാം. അതാണ് ക്രോപ്പ്. ക്രോപ്പിന് താഴെയായിട്ട് ഒരു ഗ്രൈൻഡിങ് ഓർഗൻ ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഗിസാർഡ്. അങ്ങനെ 2 അഡീഷണൽ ചേംബർ ഇവർക്ക് എവിടെയുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ നമുക്കും അതുപോലെ നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് മാമൽസ്, ബേർഡ്സ് ആൻഡ് ക്രോക്കോഡൈൽസ് ഹാവ് 4 chambered heart. 4 chambered heart എന്ന് പറയുമ്പോൾ വിത്ത് അപ്പർ 2 ഓറിക്കിൾസ്. മുകളിൽ 2 ഓറിക്കിൾസും കാണപ്പെടും, താഴെ 2 വെൻട്രിക്കിൾസും കാണും. ഓർക്കുന്നല്ലോ, ആംഫിബിയ റെപ്റ്റീലിയ പ്രീവിയസ് വീഡിയോയിൽ 3 chambered heart എന്ന് പറഞ്ഞു, upper 2 auricles and lower 1 ventricle. ഇവിടെ upper 2 auricles and lower 2 ventricles. Thus totally 4 chambered heart. ആർക്കൊക്കെ? ക്രോക്കോഡൈൽ, ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇത് പറഞ്ഞാൽ ഈ മാമൽസിനകത്ത് വലുതായിട്ട് നമുക്കൊന്നും പറയാനില്ല. റെസ്പിറേഷൻ ത്രൂ ഗിൽസ്. സോറി, റെസ്പിറേഷൻ ത്രൂ നോട്ട് ഗിൽസ്, തെറ്റാണ്. ത്രൂ ലങ്സ്. കിട്ടിയതാണ്. റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ലങ്സ് വിത്ത് അഡീഷണൽ എയർ സാക്സ്. അതായത് ഇവർക്ക് നോർമലി ലങ്സ് ഉണ്ട്, ലങ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അഡീഷണൽ ആയിട്ട് എയർ സാക്സ് കാണും. അപ്പൊ ഇങ്ങനെ ഇതേപോലെയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ലങ്സ് ഇരിക്കുന്നത്. ഇവിടെ ലങ്സുമായി ബന്ധപ്പെട്ട് ഇതേപോലെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ കുറെ എയർ സാക്സ് കാണും. അതും ഫ്ലൈറ്റ് അഡാപ്റ്റേഷനിൽ നമുക്ക് പറയാം, ദിസ് അഡീഷണൽ എയർ സാക്സ് helps to store extra air. കൂടുതൽ ശ്വാസം മീൻസ് വായു സ്റ്റോർ ചെയ്ത് വെക്കാൻ ആര് സഹായിക്കും? ഈ അഡീഷണൽ ആയിട്ടുള്ള എയർ സാക്സ് സഹായിക്കും. മറക്കരുത്, റെസ്പിറേഷൻ ത്രൂ ഗിൽസ് അല്ല,
through lungs with additional air sacs. Then come to fertilization. Fertilization takes place inside the body, known as internal fertilization. അപ്പൊ നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ? നമ്മൾ കണ്ടിട്ട് പൂവൻകോഴി ഓടിച്ച് പെടക്കോഴിയുടെ മേളിൽ കയറും. രണ്ടുപേർക്കും ഇവിടെ ക്ലോയാക്ക ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ട്രക്ചർ. അപ്പം പൂവൻകോഴി പെടക്കോഴിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ രണ്ടുപേരുടെയും ക്ലോയാക്ക തമ്മിൽ ചേർന്നിരിക്കും, ലിപ് ടു ലിപ് ലോക്ക് ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് ആ ഫെർട്ടിലൈസേഷൻ ആ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ക്ലോയാക്കൽ കിസ്. എന്താ പേര്? ക്ലോയാക്കൽ കിസ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, ബിക്കോസ് ദേ ആർ ടെറസ്ട്രിയൽ. ഒവിപാരസ്, പക്ഷികളെല്ലാം മുട്ടയിടുന്നവരാണ് ഒവിപാരസ്. ആൻഡ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്, അവിടെ ലാർവൽ സ്റ്റേജ് ഇല്ല. സോറി. എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ ഇവരെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ? ഒന്ന്, പാലിയോനാദെ. രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, പാലിയോനാദെ ആൻഡ് നിയോനാദെ. പാലിയോനാദയാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്, പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളും. മറ്റത് ഫ്ലൈയിങ് ബേർഡ്സ്, പറക്കാൻ കഴിവുള്ള പക്ഷികൾ. അറിയാമല്ലോ, എക്സാമ്പിൾ കോർവൂസ് സ്പ്ലെൻഡൻസ്, അതാണ് കാക്ക. പരിസരം ശുചിയാക്കുന്ന ജീവി, അത് കാക്കയാണ്, ക്രോ. കൊളംബ ലിവിയ. ചോദിക്കാം, വിച്ച് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ബേർഡ് ദാറ്റ് ഈസ് സൈൻ ഓഫ് പീസ്? ദ സൈൻ ഓഫ് പീസ്, സമാധാനത്തിന്റെ അടയാളമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാ? കൊളംബ ലിവിയ, അതാണ് പീജിയൻ ഓർ ഡോഫ്. സിറ്റാക്കുല ക്രമരി, ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി, 140 വർഷം വരെ ജീവിക്കും. ആരാ? പാരറ്റ്. ദെൻ സ്റ്റുത്തിയോ ക്യാമലസ്, ഇതെല്ലാം ഏതാ? ഫ്ലൈയിങ് ആണ്, പറക്കുന്നവരാണ്. കോർവൂസ്, കൊളംബ, സിറ്റാക്കുല. സ്റ്റുത്തിയോ ക്യാമലസ് ഓസ്ട്രിച്ച്, ഫ്ലൈറ്റ്ലെസ് ബേർഡ് ആണ്, പറക്കില്ല. നമ്മുടെ നാഷണൽ ബേർഡിന്റെ പേര് ചോദിച്ചാൽ ഏതാ? പീകോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ്. NCERT പീകോക്ക് എന്നാണ്. നമ്മൾ ആൺ പെൺ ഡിഫറൻസിയേഷൻ ഇല്ലാതെ പറയണമെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പീ ഫൗൾ. പീകോക്ക് എന്ന് വെച്ചാൽ ആൺമയിലും പീ ഹെൻ എന്ന് വെച്ചാൽ പെൺമയിലുമാണ്. നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന പീകോക്ക്. പീ ഫൗൾ ആണ് പാവോ ക്രിസ്റ്റേറ്റസ്, പഠിച്ചേക്കണം. വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പീകോക്ക് തപ്പുമ്പോൾ കാണത്തില്ല, പാവോ എന്നായിരിക്കും. പാവോ ക്രിസ്റ്റേറ്റസ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് പീ ഫൗൾ. പിന്നെ ആപ്റ്റനോഡൈറ്റ്സ്, അടുത്തത് പറക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. ആപ്റ്റനോഡൈറ്റ്സ്, അതാണ് പെൻക്വിൻ. ആപ്റ്റനോഡൈറ്റ്സ്. ആൻഡ് ലാസ്റ്റ് വൺ നിയോഫ്രൺ, വൾച്ചർ, കഴുകൻ. ചില പടങ്ങൾ NCERT തന്നിട്ടുണ്ട്, കണ്ടോ? ഏതൊക്കെ? നിയോഫ്രൺ, ഇതാണ് വൾച്ചർ. ഇത് സ്റ്റുത്തിയോ, ഫ്ലൈറ്റ്ലെസ് ബേർഡ് ആണ്. ഓസ്ട്രിച്ച്, അറിയാലോ, ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്, അറിയാലോ. ഇതാണ് സിറ്റാക്കുല ക്രമരി, പാരറ്റ്. ആൻഡ് ലാസ്റ്റ്ലി പാവോ ക്രിസ്റ്റേറ്റസ് ഓർ പീകോക്ക്. ഓക്കെ, ഇതിന്ന് ഓപ്പൺ ചോദിക്കുന്ന മറ്റൊരു പാർട്ടാണ് കുഞ്ഞുങ്ങളെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ഇവർക്ക് പറക്കാനുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാം? അക്വാട്ടിക് അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ് ഓർ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അക്വാട്ടിക് അഡാപ്റ്റേഷനിൽ പറഞ്ഞത് തന്നെ ആദ്യത്തെ പോയിന്റ് ഇവിടെയും പറയാം. ഏതാ? സ്ട്രീം ലൈൻഡ് ഓർ ബോട്ട് ഷേപ്ഡ് ബോഡി. അക്വാട്ടിക് അഡാപ്റ്റേഷനിൽ വെള്ളത്തിനകത്ത് കീറി മുറിച്ച് പോകാനാണെങ്കിൽ ഇവിടെ എയറിനെ കീറി മുറിച്ച് പോകാൻ വേണ്ടി ഇതേപോലെ ഒരു എയറോഡൈനാമിക് ബോഡി ഉണ്ട്. അതാണ് സ്ട്രീം ലൈൻഡ് ഓർ ബോട്ട് ഷേപ്ഡ് ബോഡി എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? പിന്നെ വിങ്സ് ആൻഡ് ഫെദേഴ്സ് ഹെൽപ്പ് ഇൻ ഫ്ലൈറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം. തൂവലും ചിറകും പറക്കാൻ സഹായിക്കും. ന്യൂമാറ്റിക് ബോൺ പറഞ്ഞു നമ്മൾ, എയർഫിൽഡ് ബോൺ കാണപ്പെടും, അത് ബോഡി വെയിറ്റ് കുറയാൻ കാരണമാകും. അതേപോലെ പവർഫുൾ ഫ്ലൈറ്റ് മസിൽസ്. പവർഫുൾ ഫ്ലൈറ്റ് മസിൽസ് എന്ന് എഴുതിയാലും മതി. പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്: പെക്ടോറാലിസ് മേജർ, പെക്ടോറാലിസ് മൈനർ ആൻഡ് കൊറാക്കോ ബ്രാക്കിയാലിസ്. ഇത് എൻട്രൻസിന് വേണ്ടി ഓർത്തിരിക്കുക. പെക്ടോറാലിസ് മേജർ, പെക്ടോറാലിസ് മൈനർ ആൻഡ് കൊറാക്കോ ബ്രാക്കിയാലിസ്. ഇതാണ് ഇവരുടെ മേജർ ഫ്ലൈറ്റ് മസിൽ. വളരെ പവർഫുൾ ആണ്. നമുക്കറിയാം, നമ്മളെക്കാളും അഡാപ്റ്റഡ് ആണ്. നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ഓടാൻ തീരുമാനിച്ചു. വി ക്യാൻ ടേക്ക് റെസ്റ്റ് ഓർ വി ക്യാൻ ഹാവ് വാട്ടർ. നമുക്ക് വെള്ളം കുടിക്കാം, റെസ്റ്റ് എടുക്കാം, അല്ലെ? പക്ഷെ ഒരു കോണ്ടിനെന്റിൽ നിന്ന് അടുത്ത കോണ്ടിനെന്റിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ there is no chance for rest or drinking water.
അത്രയും ദൂരം വെള്ളം കുടിക്കാതെ കിഴക്കാതെ പറക്കണമെങ്കിൽ they are well adapted. Okay, അപ്പൊ powerful flight muscles help in long flight. Okay, next one, high body temperature and metabolic rate. മാമൽസിനെക്കാളും ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ മെറ്റബോളിക് റേറ്റും ഇവർക്ക് കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഉപാപചയ പ്രവർത്തനം കൂടുതൽ, അപ്പൊ കൂടുതൽ എനർജി ഇവർക്ക് കിട്ടും. നേരത്തെ പറഞ്ഞു അഡീഷണൽ എയർ സാക്സ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ് ഹെൽപ് ടു സ്റ്റോർ എക്സ്ട്രാ എയർ. ലങ്സുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ എയർ സാക്സ് കൂടുതൽ വായുവിനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ് ഈസ് ആബ്സെന്റ്. വിയർപ്പ് ഗ്രന്ഥി ഇല്ല. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? സ്വെറ്റ് ഗ്ലാൻഡ് ഇല്ലെങ്കിൽ വിയർക്കില്ല, ജലനഷ്ടം ഉണ്ടാവില്ല. ജലനഷ്ടം ഇല്ലെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കണ്ട. ഒരിക്കൽ കുടിച്ചാൽ കുറെ നേരം കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി പിന്നെയും വെള്ളം. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. കേട്ടല്ലോ? വേണമെങ്കിൽ ഇനിയും പറയാം. സെൻസ് ഓർഗൻസും ബ്രെയിനും തമ്മിലുള്ള കോർഡിനേഷൻ വളരെ കൂടുതലാണ്. യൂറിനറി ബ്ലാഡർ ആബ്സെന്റ് ആണ്. അതൊക്കെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനകത്ത് അഡീഷണൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. സ്ട്രീം ലൈൻഡ് ഓർ ബോട്ട് ഷേപ്ഡ് ബോഡി, വിങ്സ് ആൻഡ് ഫെദേഴ്സ് ഹെൽപ്പ് ഇൻ ഫ്ലൈറ്റ്, pneumatic bone reduced body weight, powerful flight muscles help in long flight, high body temperature and metabolic rate, additional air sacs help to store extra air, and sweat gland is absent. Okay, thank you. ഇനി നമുക്ക് എയോസ് കഴിഞ്ഞു, അടുത്ത പാർട്ട് മെമ്മേലിയ നോക്കാം. മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്താൻ കഴിവുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് മാമൽസ് അഥവാ സസ്തനികൾ. അറിയാമല്ലോ? മാമറി ഗ്ലാൻഡ്, അതായത് വൺ ഹു പൊസസ് മാമറി ഗ്ലാൻഡ്, സ്തനങ്ങളുള്ളവർ, അതുകൊണ്ടാണ് സസ്തനികൾ എന്ന് പേര് വന്നത്. സ്നേഹത്തോടു കൂടി സസ്നേഹം, വിനയത്തോടു കൂടി സവിനയം, അതുപോലെ സ്തനങ്ങളോട് കൂടിയവ സസ്തനികൾ. അറിയാലോ? ഹോമിയോതേംസ് വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. They have constant body temperature of 37 degrees Celsius. They have many mammary glands. They have mammary glands. They have mammary glands. In female, it is well adapted to breastfeed the young one. മെയിലിനും ഫീമെയിലിനും മാമറി ഗ്ലാൻഡ് ഉണ്ട്. ഫീമെയിലിനകത്ത് അത് വെൽ അഡാപ്റ്റഡ് ആണ്. എന്തിനാ? ടു breastfeed the young ones. Found in variety of habitats. പല ഹാബിറ്റാറ്റ്സിൽ ഇവര് കാണപ്പെടും. എന്ന് പറഞ്ഞാൽ പോളാർ റീജിയനിൽ കാണപ്പെടും, ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അതേപോലെ കെവേറിയൻ കേവ്സിനകത്ത് താമസിക്കുന്നവരുണ്ട്, ഡിഗ് ചെയ്ത് മാളങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുന്നവരുണ്ട്, വെള്ളത്തിൽ കാണപ്പെടുന്നവരുണ്ട്, പറക്കുന്നവരുണ്ട്, അർബോറിയൽ മരത്തിൽ കാണപ്പെടുന്നവരുണ്ട്. ദേ ആർ അഡാപ്റ്റഡ് ടു ലിവ് എനിവേർ. അതായത് പല രീതിയിൽ പല അഡാപ്റ്റേഷനോട് കൂടി ജീവിക്കുന്ന ആൾക്കാർ കാണപ്പെടുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ദെയർ ബോഡി ഈസ് കവേർഡ് ബൈ എയർ. അതായത് സ്കിന്നിനെ കവർ ചെയ്ത് എന്ത് കാണും? എപ്പിഡെർമൽ എയേഴ്സ് കാണപ്പെടും. മനസ്സിലായല്ലോ? അതൊരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണ്. ടു പെയർസ് ഓഫ് ലിംസ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയാവുന്നതോ. ഫോർ ലിംസും ഉണ്ട്, അയൺ ലിംസ് ഉണ്ട്. നമ്മളിൽ ഫോർ ലിംസ്, മനുഷ്യരിൽ ഫോർ ലിംസ് ഈസ് മോഡിഫൈഡ് ഇൻ ടു, അല്ലെങ്കിൽ ഫോർ ലിംസിനെയാണ് നമ്മൾ ഹാൻഡ് എന്ന് വിളിക്കുന്നത്, കൈകൾ എന്ന് വിളിക്കുന്നത്. എക്സ്റ്റേണൽ ഇയർ ഈസ് പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇയറിന് 3 ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല, നമ്മുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്. അതില് മിഡിൽ ഇയർ കണ്ടെയ്ൻ 3 types ഓഫ് ബോൺസ്. അത് ടൈപ്പ് ചെയ്തുള്ള പക്ഷെ ഓർത്തിരിക്കുക. മിഡിൽ ഇയർ ക്യാവിറ്റി കണ്ടെയ്ൻ 3 types ഓഫ് ബോൺസ്. ഏതൊക്കെയാണ് മിഡിൽ ഇയറിനകത്തുള്ള 3 types ഓഫ് ബോൺസ്? മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേറ്റ്സ്. 3 തരം ബോൺസ് കാണപ്പെടും. അവരെ വിളിക്കുന്ന പേരാണ്, ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഇയർ ഓസിക്കിൾസ് ഓർ ഓഡിറ്ററി ഓസിക്കിൾസ്. അത് കാണപ്പെടുന്നത് എവിടെയാ കുഞ്ഞുങ്ങളെ? മിഡിൽ ഇയറിനകത്താണ്. പിന്നെ ദേ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ്. അറിയാമല്ലോ? നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. 4 തരം പല്ലുകളുണ്ട്. ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡൈജഷനകത്ത് പഠിക്കും. പ്രീമൊളാസ് ഉണ്ട്, അതുപോലെ മൊളാസ്. ഇൻസിസേഴ്സ് ആണ് ഉളിപ്പല്ല്, കട്ടിംഗ് ടീത്ത് എന്ന് പറയും. കനൈൻസ് ആണ് കോമ്പല്ല്, ടിയറിംഗ് ടീത്ത്. പ്രീമൊളാസ് ആൻഡ് മൊളാസ് കളക്റ്റീവ്ലി നോൺ ആസ് ഗ്രൈൻഡിംഗ് ടീത്ത്. അതാണ് അണപ്പല്ല്. They have 4 different types of teeth. So അങ്ങനെ 4 വ്യത്യസ്ത തരം പല്ലുണ്ടെങ്കിൽ ഒരു പേര് പറയും, നമ്മൾ പഠിക്കും.
എറ്ററോഡോണ്ട് ഡെന്റീഷൻ. എന്താ പറയാ? എറ്ററോഡോണ്ട് ഡെന്റീഷൻ എന്ന് പറയും. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. 4 chambered heart. ഹൃദയത്തിന് 4 അറകളുണ്ട്. ബേർഡ്സിനകത്ത് പറഞ്ഞ അതേ കാര്യം. വിത്ത് upper 2 auricles and lower 2 ventricles. റെസ്പിറേഷൻ ത്രൂ ലങ്സ്. വേറെ അഡാപ്റ്റഡ് ഒന്നുമല്ല. വെള്ളത്തിൽ കാണപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ലങ്സ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്. പിന്നെ ഫെർലൈസേഷൻ നടക്കുന്നത് ബോഡിക്ക് അകത്ത് വെച്ചാണ്. ഇറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ഫെർലൈസേഷൻ. വിവിപാരസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആൾക്കാരാണ്. എക്സെപ്റ്റ് എഗ് ലേയിങ്, LAYING, എഗ് ലേയിങ് മാമൽസ് ഒഴികെ ബാക്കി എല്ലാവരും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരാണ്. പിന്നെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് നോ ലാർവൽ സ്റ്റേജ്. എളുപ്പമല്ലേ? നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് വെൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാനുണ്ട്. നമ്മുടെ ഫിസിയോളജിയിൽ എത്തുമ്പോൾ ഡൈജഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ അതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം വെൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് ആ മെമേലിയ, ആ പേരിന് വേണ്ടി ആ മാമൽസിന്റെ കുറച്ച് ക്യാരക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. എളുപ്പമല്ലേ? അറിയാമല്ലോ, ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കാര്യങ്ങളെ മെമേലിയയിലുള്ളൂ. എക്സാമ്പിൾസ് വൃത്തിയായിട്ട് പഠിക്കുക. മനസ്സിലായല്ലോ? ഒവിപാരസ് നമ്മൾ പറഞ്ഞു. എഗ് ലൈങ് മാമൽ, ഓർണിത്തോറിംഗസ് ഓർ പ്ലാറ്റിപ്പസ്, ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് എന്ന് പറയും. കാരണം പടം കണ്ടാ അറിയാം, അവരുടെ ചുണ്ട് താറാവിനെ പോലെയാണ്. അതാണ് ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്. അതാണ് ഏത്? ഓർണിത്തോറിംഗസ്. ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, എക്കിഡ്ന. എക്കിഡ്ന സ്പൈനി ആൻഡീറ്റർ, ഉറുമ്പ് തീനിയാണ്. അതും ഒവിപാരസ് ആണ്. ഇവ 2 ആൾക്കാരെ ഞാൻ തന്നു, എക്കിഡ്ന ആൻഡ് ഓർണിത്തോറിംഗസ്. ഇനി വിവിപാരസ് ആണ് ബാക്കിയുള്ളവരല്ലോ. ഇതിൽ പൗച്ചഡ് മാമൽ ആരാന്ന് ചോദിച്ചാൽ മറക്കണ്ട, മാക്രോപ്പസ്, കാൻഗ്രൂ. സഞ്ചിയുള്ള ആൾക്കാർ, അതാണ് കാൻഗ്രൂ കേട്ടോ, മാക്രോപ്പസ്. ഫ്ലൈങ് ഫോക്സ്, പറക്കുന്ന സസ്തനി ഏതാന്ന് ചോദിച്ചാൽ ഫ്ലൈങ് ഫോക്സ് അഥവാ ടിറോപ്പസ്, അതാണ് ഒവാൽ. പിന്നെ തന്നിരിക്കുന്നു ഇക്വസ് കാമലസ്, അതാണ് ക്യാമൽ ഓർ ക്യാമലസ്, ക്യാമൽ. മക്കാക്ക, മക്കാക്ക റേഡിയേറ്റോ, അതാണ് കോമൺ ആയിട്ടുള്ള മങ്കി. ജീനസ് നെയിം മാത്രം പഠിച്ചാൽ മതി, മക്കാക്ക, മങ്കി. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന സിംഹവാലക്കുരങ്ങിന്റെ പേര് മക്കാക്ക സൈലൻസസ്. സാധാരണ ഉള്ളത് മക്കാക്ക റേഡിയേറ്റർ. എനിവേ മക്കാക്ക എന്നുള്ളത് അതിന്റെ ജീനസ് നെയിമാണ്. റാറ്റസ്, റാറ്റസ് ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആണെങ്കിൽ അതിന് ഞാനൊരു പേര് പറഞ്ഞു തന്നു. ഇറ്റ് ഇസ് കോൾഡ് ടോട്ടോണി. നജ, നജ അറിയാലോ. ഗ്യാലസ്, ഗ്യാലസ്. കട്ട്ല, കട്ട്ല. ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാ ടോട്ടോണിൻ. റാറ്റസ്, റാറ്റസ് എലിയുടെ സയന്റിഫിക് നെയിം. കാനിസ് ഫെമിലിയാരിസ് പറഞ്ഞെന്നുള്ളതാണ് ഡോഗ് അഥവാ പട്ടി. ഫെലിസ് ഡൊമസ്റ്റിക്ക അതാണ് കാറ്റ്. ആരാ? പൂച്ച. എലിഫാസ് ഇൻഡിക്ക അത് ഇന്ത്യൻ എലിഫന്റ്. എലിഫാസ് ആഫ്രിക്കാന അത് ആഫ്രിക്കൻ എലിഫന്റ്. അപ്പൊ എലിഫാസ് എന്ന് പറയുമ്പോൾ ദ ജീനസ് ഫോർ എലിഫന്റ്. എലിഫാസ്. എക്കുസ്, എക്കുസ് കാബലസ് അതാണ് ഓസ് അഥവാ കുതിര. ഡൽഫിനസ്, ഡൽഫിനസ് ആണ് ഏത്? ഡോൾഫിൻ. മറക്കൂലല്ലോ, ഡൽഫിനസ്, ഡോൾഫിൻ. പക്ഷെ മറക്കരുത് ബെലിനോപ്റ്റർ, ബ്ലൂ വെയിൻ, നീലത്തിമിംഗലം. ഇവര് പ്ലാങ്ടോണിക്ക, അതായത് ഗാലൻസ് ഓഫ് വാട്ടർ ആണ് വാ തുറക്കുമ്പോൾ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് ഇവരുടെ വായിക്ക് ചില പ്ലേറ്റുകളുണ്ട്, അരിപ്പകളുണ്ട്, ബെലീൻ പ്ലേറ്റ്സ് എന്ന് പറയും. എന്നിട്ട് അവര് വെള്ളം മാത്രം വെളിയിലേക്ക് വിടും. ആ അരിപ്പയ്ക്കകത്ത് പ്ലാങ്ടൺസ് കൊടുക്കും. പ്ലാങ്ടൺസ് എന്ന് പറയുമ്പോൾ അക്വാട്ടിക് ആയിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാൻസുമാണ് പ്ലാങ്ടൺ. പ്ലാങ്ടന്റെ പേര് ഫൈറ്റോ പ്ലാങ്ടൺ. ആനിമൽ പ്ലാങ്ടൺ ആണെങ്കിൽ സൂ പ്ലാങ്ടൺ എന്ന് പറയും. അപ്പൊ ആ ബെലീൻ പ്ലേറ്റ്സിൽ നിന്നാണ് ഇവർക്ക് എന്ത് പേര് കിട്ടിയത്? ബെലിനോപ്റ്റർ. അതാണ് ബ്ലൂ വെയിൽ അഥവാ നീലത്തിമിംഗലം. ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഹ്യൂജ് ആയിട്ടുള്ള ഏറ്റവും വലിയ ആനിമൽ ബെലിനോപ്റ്റർ. ഇപ്പൊ 2 അക്വാട്ടിക് മാമലിന്റെ പേര് ചോദിച്ചാൽ മറക്കരുത്, ഡെൽഫിനസ് അഥവാ ഡോൾഫിൻ, ബ്ലൂ വെയിൽ അഥവാ ബെലിനോപ്റ്റർ. ചിലര് ഷാർക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഷാർക്ക് ഒരിക്കലും ഇതിനകത്തല്ല. ഷാർക്ക് ട്രൂ ഫിഷ് ആണ്. കംസ് അണ്ടർ ദ കാറ്റഗറി കോൺട്രിക്തിസ്. പാൻഡ്ര ടൈഗ്രിസ് അറിയാലോ, ടൈഗർ. പാൻഡ്ര ലിയോ, ലയൺ. ഇതിൽ തന്നിരിക്കുന്നത് ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് ഓർ ഓർണിത്തോറിംഗസ്, മാക്രോപ്പസ് അഥവാ കാൻഗറു, പിന്നെ ടിറോപ്പസ് അഥവാ ഫ്ലൈങ് ഫോക്സ് ആൻഡ് ബെലിനോപ്റ്ററ ഓർ ബ്ലൂ വെയിൽ. ഇത്രയാകുമ്പം ഈ കൊല്ലത്തെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഇവിടെ തീർന്നു. പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് ഏകദേശം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തെങ്കിലും നല്ല സംശയമുള്ളവർ പ്രീവിയസ് ക്ലാസ്സസ് തൊട്ട് ഏതാണോ ഫൈലം ഡൗട്ട് ഉള്ളത് അതൊക്കെ ക്ലാസ് ഞാൻ ചോദിക്കുമ്പോൾ ചിലർക്ക് ഉത്തരങ്ങളൊന്നുമില്ല.
ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഫൈലം പഠിക്കാം അല്ലെങ്കിൽ ഒരു ക്ലാസ് പഠിക്കാൻ എളുപ്പം. ഈ 6 ക്ലാസ്സുകളും 10 ഫൈലും പഠിച്ചിട്ട് ഒരു ക്യാരക്ടർ ചോദിക്കുമ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടി 2 ക്ലാസ്സുകൾ കണ്ട് പ്രിപ്പയർ ചെയ്യാൻ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഡൗട്ട്സ് വരുമ്പോൾ 1 ഷോട്ട് വീഡിയോ കാണുക. നോൺ കോഡേറ്റഡ് 1 ഷോട്ട് വീഡിയോ ആണ് 3ാമതായിട്ട് എടുത്തുള്ളത്. 4ാമതായിട്ടുള്ള 1 ഷോട്ട് വീഡിയോ കോഡേറ്റർ. അത് രണ്ടും കണ്ടാൽ ഈ കണ്ടന്റ് എല്ലാം നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ഓക്കെ, താങ്ക് യു.